ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. ആക്രമണത്തിൽ ഹമാസ് ഭീകരൻ ഇസ്മായിൽ ബർഹൂം കൊല്ലപ്പെട്ടു. ഹമാസിന്റെ സാമ്പത്തിക കാര്യ വിഭാഗം മേധാവിയാണ് ഇയാൾ. ഖാൻ യൂനിസിലെ നസർ ആശുപത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. 30ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം വെടിനിർത്തലിന് തയ്യാറെന്ന ഹമാസ് നിലപാട് കബളിപ്പിക്കൽ ആയിരുന്നിരിക്കാമെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ബന്ദികളുടെ മോചനം വൈകിയതിനെ തുടർന്ന് ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഹമാസ് ശക്തി കേന്ദ്രങ്ങളിൽ നടത്തുന്നത്. 4 ദിവസമായി കടുത്ത ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 30ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. നിരവധി പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. ഹമാസിന്റെ സാമ്പത്തികകാര്യ വിഭാഗം മേധാവി ഇസ്മായിൽ ബർഹൂം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിലും ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. സലാ അൽ ബർദവിൽ ആണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. സലാ അൽ ബർദവിലിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടു. ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാക്കളായ ഇസ്ലാം അദ്ദലീസും അബു വത്ഫയും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഹമാസിന്റെ വെടിനിർത്തൽ ധാരണ കബളിപ്പിക്കൽ ആയിരുന്നു എന്ന് കരുതുന്നതായി യുഎസിന്റെ പ്രത്യേക പ്രതിനിധി പറഞ്ഞു. യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഹമാസ് നിലപാടിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. 1ാം ഘട്ട വെടിനിർത്തൽ ദീർഘിപ്പിക്കാനുള്ള നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു. പക്ഷേ വെടിനിർത്തൽ നീട്ടിയ കാലയളവിൽ ബന്ദികളുടെ മോചനം നടപ്പാക്കിയതുമില്ല. ഇക്കാരണത്താൽ തന്നെയാണ് വെടിനിർത്തൽ നിർദ്ദേശത്തെ അംഗീകരിച്ചത് ആത്മാർത്ഥമായല്ലെന്ന് ആരോപണം ഉയരുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രത്യേക പ്രതിനിധിയുടെ പ്രതികരണം. ഒരേ സമയം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എതിരെയുള്ള ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.